അദ്ദേഹം മൻ കി ബാത്ത് എന്നുള്ള ഒരു റേഡിയോ പ്രോഗ്രാമിൽ എടുത്ത ആലിൻ എന്നൊരു കുട്ടി ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ്, ഓർഗൻ ഷെയർ ചെയ്ത കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയെ ഉൾപ്പെടെ അധികരിച്ച് സംസാരിച്ചിരുന്നു ആ ഒരു പരിപാടിയിൽ. ഇപ്പോഴും സാധാരണക്കാരനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു ഉപകരണം റേഡിയോ ആണെന്ന് മനസ്സിലാക്കുക, അതിനുവേണ്ടി കൃത്യമായിട്ട് സമയം ചെലവാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതിനുവേണ്ടി അദ്ദേഹം സമയം ചെലവാക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറക്കം 3-4 മണിക്കൂറിന് വേണ്ടി ചുരുക്കുക, ഇത് ഒരു പ്രോത്സാഹനമായിട്ട് വർക്ക് ആവുന്നുണ്ടോ വിവിആറിന്? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നൂറുകണക്കിന് ആൾക്കാരും അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു രാഷ്ട്രത്തിന് മുമ്പിൽ മുട്ടുകടക്കേണ്ട സാഹചര്യം വന്നിട്ടില്ലല്ലോ. അതിങ്ങനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ എസ് ജയശങ്കർജി കേന്ദ്ര വിദേശകാര്യമന്ത്രി, അദ്ദേഹമായിട്ട് ഞാൻ ദിവസങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി, ഇപ്പൊ മുരളിയേട്ട മന്ത്രിയായ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായി, ഇപ്പൊ ജോർജ് കുര്യൻജി, ഇവരൊക്കെ തന്നെ, സുരേഷ് ഗോപി, ഇവരൊക്കെ തന്നെ നരേന്ദ്രമോദിയെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ മന്ത്രിമാരൊക്കെ തന്നെ ഇതുപോലെ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ അത്രത്തോളം ഇപ്പോ ഉറക്കം എന്താ ലേറ്റായി കിടന്ന് എഴുന്നേൽക്കുന്ന അത് എല്ലാവരിലും ഞാൻ വാച്ച് ചെയ്തിട്ടില്ല. ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ അധ്വാനം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല, മറിച്ച് പറഞ്ഞ മീഡിയ സ്റ്റണ്ട് മാത്രമേ എത്തുന്നുള്ളൂ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? വളരെ നന്നായിട്ട് നിങ്ങളത് അതാഭാവം നിരീക്ഷിക്കാത്തുണ്ട്. അദ്ദേഹം ചാനലിന്റെ മുമ്പ് വരുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രമേ മാധ്യമപ്രവർത്തകർ കാണുന്നുള്ളൂ. അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പല എക്സ്ട്രാ അഫയേഴ്സിലും, ഇപ്പോ ഒരു സിനിമാ സെറ്റിൽ ഒരു ആള് കുറച്ചാളുകൾ ഒരു വിദേശത്ത് പെട്ടുകൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഞാൻ പറയുന്നത് അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ അറിയുന്നുണ്ടാവും. പക്ഷേ പെട്രോളിയം മിനിസ്ട്രിയും ടൂറിസം മിനിസ്ട്രിയും ഇന്ത്യയിൽ മുൻപോട്ട് പോകുന്നതിന്റെ പിന്നിലുള്ള അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ കഠിനാധ്വാനമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു മന്ത്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പത്രസമ്മേളനത്തിലോ മാധ്യമങ്ങളിലോ പുറത്തു വരണമെന്നില്ല. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവർ ഓഫീസിലിരുന്നോ ഉദ്യോഗസ്ഥരുമായിട്ടോ സംസാരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത്രത്തോളം മികച്ച സംഭാവന ചെയ്യുന്ന മന്ത്രിമാരിലൊരാളാണ് സുരേഷ് ഗോപി. ഞങ്ങൾക്കറിയാം ആ കാര്യങ്ങളൊക്കെ. നിങ്ങളൊക്കെ മാധ്യമങ്ങൾ വരുമ്പോൾ ആൾക്കാരെ മയക്കം പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്തുള്ള മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. പിണറായി സർക്കാർ അതിന്റെ ഒരു 3ാം ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തുടർച്ചയിലേക്ക് വരുമോ? അവസാനത്തെ ഇടതുപക്ഷ സർക്കാരായിരിക്കും ശ്രീ പിണറായി വിജയൻ നേതൃത്വം ഇപ്പോഴത്തെ സർക്കാർ കേരളത്തിൽ. ചരിത്രത്തിലെ കഴിഞ്ഞു തീർത്തു. കോൺഗ്രസ് സർക്കാരും ഇനി വരില്ല. ഇതൊന്നും അല്ലാത്തൊരു സംവിധാനം എനിക്ക് വരാൻ പോകുന്നത്. ഇപ്പൊ ഈ നീതി ആയോഗ് സൂചികയിലൊക്കെ കേരളം ഒരുപാട് സെക്ടറുകളിൽ 1ാമതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതൊന്നും പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു വിജയമായിട്ട് കണക്കാക്കാനാവില്ല. ഇതൊന്നും ഫീൽഡിൽ കാണാം. ഈ സർക്കാരിനെയൊക്കെ ഒരു നിമിഷം മുമ്പ് എനിക്ക് തോന്നുന്നു 6 മണിക്ക് എന്താ പോളിംഗ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ജനങ്ങളൊന്ന് ക്യൂ നിൽക്കും പിണറായി വിജയൻ സർക്കാരിനെ പുറത്താക്കാനായിട്ട്. രാവിലെ വോട്ടെണ്ണാൻ തുടങ്ങി 8 മണിയാകുമ്പോൾ തന്നെ അവരൊക്കെ തോക്കും. അത്രത്തോളം ജനങ്ങൾ തകർന്നു കഴിഞ്ഞു. കോൺഗ്രസിന്റെ ഒരു പ്രകടനം ഏത് വിധത്തിലായിരിക്കും? കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലിന്റെ ഒരു സൈഡിലാക്കിയിട്ടുണ്ട്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ വി.ഡി. സതീശനെ കൂടെ പരിശ്രമിച്ച് കോൺഗ്രസിന്റെ കാര്യത്തിൽ തീരുമാനം. കഴിഞ്ഞ 5-10 വർഷവും പിണറായി വിജയനെ സമ്പൂർണ്ണമായിട്ടും പിന്തുണച്ച ഒരു പ്രതിപക്ഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിനെ ഇപ്പോൾ ജനങ്ങൾ കൈവിട്ട ഒരു സാഹചര്യം വന്നത്. ഇതൊന്നും അല്ലാത്ത പുതിയൊരു ഓൾട്ടർനേറ്റീവ് കേരളത്തിലെ ജനങ്ങൾ തേടുകയാണ്. ആ ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ വരും. ഓൾട്ടർനേറ്റീവിന്റെ പേരായിരിക്കും ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ ഉണ്ടാവും. ബി.ജെ.പി അതിന് നേതൃത്വം കൊടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വരുത്തിയിട്ടുള്ള ഒരു പ്രതിച്ഛായ നഷ്ടം അത് എത്രമാത്രം വലുതാണ്? തീർച്ചയായിട്ടും ആ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകറ്റുന്നതിൽ അത് ആക്കം കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വലിയ പ്രതീക്ഷയായിരുന്നില്ല. 50 സീറ്റ് ഇട്ട് ഭരിക്കുമെന്നൊക്കെ ഇല്ലേ. അത് വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായില്ലേ. പിന്നെ അവർക്കിതൊരു ശീലമായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും പൊതുസമൂഹത്തിന് വലിയ പ്രശ്നമായിരുന്നു. യുവാക്കളെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കാൻ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ബി.ജെ.പിക്ക് സാധിക്കുന്നുണ്ടോ? ബി.ജെ.പിയുടെ പ്രവർത്തനം കൊണ്ട് തന്നെ അവരൊക്കെ തന്നെ പുരോഗമന ചിന്താഗതിയുള്ള, പുരോഗതിയും വികസനവും ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൊക്കെ തന്നെ ബി.ജെ.പിയോടൊപ്പം ചേർന്നതിനാണ് ഇപ്പം നടക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ. പല സ്ഥലങ്ങളിലും ജാതിമത ഭേദമന്യേ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യുന്നു. വ്യത്യസ്തമായിട്ടുള്ള സോണുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വരുന്നു. രാഷ്ട്രീയ പരിചയമില്ലാത്തവരെ പോലും മത്സര സ്ഥാനാർത്ഥികളായിട്ടൊക്കെ വെക്കുന്നുണ്ട്. ഇതുകൊണ്ട് ബി.ജെ.പി പലപ്പോഴും പുറത്തേക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്താണ്? അതായത് സമൂഹത്തിൽ എല്ലാ മേഖലയിൽ നിന്നുള്ളവരുണ്ടാകും. പാർലമെന്ററി രംഗത്തുണ്ടാകണം, സംഘടനയ്ക്കകത്തുണ്ടാകണം. അപ്പോഴാണ് പലതരത്തിലുള്ള ചർച്ചകൾ വരുന്നത്. അപ്പൊ അതിന്
അത്തരത്തിൽ പൊതുസമൂഹവുമായി ഇഴുകിച്ചേരാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തിയാൽ നമ്മൾ പ്രയോജനപ്പെടുത്തും. ഇപ്പൊ ഉദാഹരണത്തിന് പത്മിനി തോമസ്. പത്മിനി തോമസ് ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ ഇരിക്കുമ്പോഴേക്കും കായിക മേഖലയുമായിട്ട് ആധികാരികമായ ചർച്ചകൾക്ക് കൂടുതൽ അവസരങ്ങൾ വരും. ഒരു IT പ്രൊഫഷണൽ നമ്മുടെ ഒപ്പം ഉണ്ടെന്നിരിക്കട്ടെ, ആ മേഖലയെക്കുറിച്ച് അഗാധമായിട്ടുള്ള അതിന്റെ സാധ്യതകളൊക്കെ തന്നെയുള്ള ചർച്ചകൾ വരും. അപ്പൊ സംഘടനയും ആ മേഖലയും കൂടി എങ്ങനെ കണക്ട് ചെയ്ത്, ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വഴിയാണല്ലോ കൂടുതലും മാറ്റങ്ങൾ നടത്തുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാതെ ഉണ്ടാവാം, ഒന്നോ രണ്ടോ വ്യക്തികളിലോ ഇപ്പൊ അതിനെന്ത് കെജ്രിവാളും വല്ലപ്പോഴും ഒരു ചെറിയ പ്രതിഭാസമൊക്കെ വന്നിട്ട് പോകുന്നതൊക്കെ ഉണ്ടാവാം. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തുടർച്ചയായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണല്ലോ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. ശ്രീലങ്കയ്ക്കെതിരെ ഇന്നേ ദിവസം ഒരു വലിയ ആരോപണം വന്നിരിക്കുന്നു. അവർക്കെതിരെ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു നീക്കമാണ്, അങ്ങനെ കരുതുന്നുണ്ടോ? അവർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നന്നായിട്ട് ശ്രീലങ്ക ചേച്ചി പെർഫോം ചെയ്യുന്നുണ്ട്, പൊതുരംഗത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. കോർപ്പറേഷൻ നന്നായിട്ട് പെർഫോം ചെയ്യും. ഇന്നലെ ബഡ്ജറ്റിലൊക്കെ നന്നായിട്ട് പ്രസംഗിച്ചു. ഇന്ന് ബഡ്ജറ്റ് വോട്ടെടുപ്പ് ദിവസമായിരുന്നു. പിന്നെ കേരളം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് തന്നെ ഒരു കള്ളക്കേസ് അവരെ കുടുക്കിയത്. ഞങ്ങൾ പരിശോധിച്ചു, നിയമപരമായിട്ട് ഒരു സാധ്യത കാരണവശാലും നിലനിൽക്കുന്ന കേസല്ല. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും BJP-യുടെ ഒരു നീക്കം. നിങ്ങളുടെ മാധ്യമത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾ സംസാരിക്കുള്ളൂ? അതെ അല്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ലീഡറെ ഞങ്ങൾ അത്രത്തോളം ഞങ്ങളെ പാർട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന, സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരു ലീഡറല്ലേ? അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. ഇപ്പൊ അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് എന്തുകൊണ്ട് മോദി വിളിച്ചിരുന്ന ഒരു ചടങ്ങിലേക്ക് പോയില്ല എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർ പേഴ്സണലി നേതൃത്വമായിട്ട് ഒരു പ്രശ്നമില്ല എന്നുള്ളത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ട, അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്ന് VVR ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല. അവർക്ക് വരാൻ പറ്റാത്ത കാര്യം അവർ പറഞ്ഞു. അവർ മാത്രമല്ല വരാതിട്ടുള്ള, 3 പേര് വന്നിട്ടില്ലല്ലോ. മറ്റു 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വന്നില്ലല്ലോ. അവർക്ക് 3 പേർക്ക് അസൗകര്യം ഉണ്ടായിരുന്നു, 3 പേര് വന്നിട്ടില്ല. അത്രേ ഉള്ളൂ. NDA-യുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ 2020 എന്ന കക്ഷി. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അഖിൽ മാരാർ ബിഗ് ബോസ് പോലത്തെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത് വലിയ ജനസമ്മതിയും സോഷ്യൽ മീഡിയ ഫോളോയിങ് ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹം മത്സരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം BJP-യുടെ കാൻഡിഡേറ്റ് ആവുന്നു. അത് BJP-ക്ക് ഏത് വിധത്തിൽ ഒരു ആഡ് ഓൺ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിലെ വാർത്തകൾ ഞാൻ കണ്ടു, അല്ലാതെ അത്തരം ചർച്ചകൾ നടന്ന മീറ്റിങ്ങുകളിലൊന്നും പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചില്ല. കാരണം കോർപ്പറേഷന്റെ മീറ്റിങ്ങുകളൊക്കെ ആയിരുന്നു, ബഡ്ജറ്റൊക്കെ ആയിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ കണ്ടാൽ അപ്പുറം കാര്യങ്ങളൊന്നും പറയാനുള്ള ഇൻഫർമേഷൻ ഇപ്പൊ ഇല്ല. ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, പൊതുപ്രവർത്തകനെ ആ വിധത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ മാധ്യമങ്ങളിലൊക്കെ ഞങ്ങൾ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, മാധ്യമങ്ങളിലും ഒക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എങ്ങനെ വിലയിരുത്തുന്നത്? മാധ്യമങ്ങളിലൊക്കെ കണ്ട പരിചയമുണ്ട്. അദ്ദേഹം നന്നായിട്ട് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിനൊക്കെ പെർഫോം ചെയ്യുന്ന ഒരാളെന്നുള്ളതാണ്. അതിലപ്പുറം അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോ VVR നയിക്കുന്ന തിരുവനന്തപുരം നഗരം എന്നൊക്കെയുള്ള രീതിയിൽ ഫ്ലെക്സുകളൊക്കെ കാണുന്നു. പെട്ടെന്ന് ഓർമ്മ വരുന്നത് MGR, NTR എന്നൊക്കെയുള്ള പേരുകളാണ്. ആദ്യമായിട്ട് ഒരു പൊതുജനം അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും വിജയിച്ചൊരു നേതാവ് അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ സ്വയം ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ടോ ഇപ്പൊ ഈ ദിവസങ്ങളിൽ വണ്ടി ഓടിച്ച് തിരുവനന്തപുരം നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ? അല്ല, അങ്ങനെയൊന്നും തോന്നാൻ ഞങ്ങളുടെ സംഘടനയിൽ സാധിക്കുകയില്ല. ഞങ്ങളുടെ സംഘടനയുടെ വളർന്നു വന്ന ഒരാളിനും അത്തരത്തിൽ തോന്നൽ ഉണ്ടാകാനും പാടില്ല. ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി പൊതുസമൂഹത്തിന് വേണ്ടി ഞങ്ങളുടെ സംഘടനയിലൂടെ എന്ത് പ്രവർത്തനമാണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊരു മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു പ്രവർത്തനം നടത്തുമ്പോൾ ഒരു പടം വരച്ചു, അത് മനോഹരമാണെന്ന് നമുക്ക് തോന്നുകയും മറ്റുള്ളവർ നല്ല എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഒരു ഭക്ഷണം പാചകം ചെയ്തിട്ട് ഒരാൾ കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറയും, നമ്മൾ കഴിക്കുമ്പോൾ നന്നാണെന്ന് തോന്നുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം. ആ ഒരു സന്തോഷം ഞങ്ങൾ പറയുമ്പോഴേക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാകാറുണ്ട്. പാർട്ടിയുടെ തന്നെ ഒരു പരിപാടി നടത്തിയിട്ട് ആ പരിപാടി നമ്മൾ വിചാരിച്ചതുപോലെയോ അതിനേക്കാൾ അപ്പുറം വിജയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. പിന്നെ ഇവിടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന മറ്റു പല മേഖലയിലും വർക്ക് ചെയ്യുന്നവർക്ക്, അവരുടെയൊക്കെ കണ്ണുകളിലെ തിളക്കം കാണുമ്പോഴേക്കും നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു ആത്മവിശ്വാസം വരികയാണ്.